എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിലെ 7ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രവർത്തനമാണ്. എ ബാസ്കറ്റ് കണ്ടെയ്ൻസ് 50 mangoes, 20 of them are not ripe. Another contains 40 mangoes, 15 of them are not ripe. If a mango is picked from each basket, what is the probability of both being ripe, both unripe, one ripe and one unripe, at least one ripe? അപ്പം 4 പാർട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ രണ്ട് ബാസ്ക്കറ്റിൽ ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ 50 മാങ്ങയും രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ 40 മാങ്കോസും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ റൈപ്പ് മാങ്ങ ബാസ്ക്കറ്റ് ഒന്നില് 50 മാങ്ങ, അതിൽ റൈപ്പ് പഴുത്ത മാങ്ങ 30 എണ്ണം, അൺറൈപ്പ് നോട്ട് റൈപ്പ് ആയിട്ടുള്ളത് 20, പച്ച മാങ്ങ 20 എണ്ണം. ആകെ 50 ആകുമ്പോൾ 30 എണ്ണം പഴുത്ത് 20 എണ്ണം പച്ച. രണ്ടാമത്തെ ബാസ്ക്കറ്റില് ആകെ 40 മാങ്കോ, അതിൽ പഴുത്തത് 25, അൺറൈപ്പ് അതായത് പച്ച 15. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് ബാസ്ക്കറ്റിൽ നിന്നും ഓരോ മാങ്കോ എടുക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ബാസ്ക്കറ്റ് 50-ൽ നിന്ന് ഒരെണ്ണം, രണ്ടാമത്തെ ബാസ്ക്കറ്റ് 40-ൽ നിന്ന് ഒരെണ്ണം. അപ്പൊ ആകെ എത്ര പോസിബിൾ പെയർ? വാട്ട് ആർ ദി ഹൗ മെനി പോസിബിൾ പെയർസ് ടോട്ടൽ? എത്ര പോസിബിൾ പെയർസ് ഉണ്ടാവും? 50 × 40, അതായത് 2000 വരെ. എന്താ കാരണം? ഈ മാങ്ങയ്ക്കൊക്കെ നമ്മൾ ഓരോ നമ്പർ ഇട്ടേക്കെന്ന് വിചാരിക്കുക. 1, 2, 3, 4 അങ്ങനെ 50 മാങ്ങ ഒന്നാമത്തെ ബാസ്ക്കറ്റില്. രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ അത് 1 മുതൽ 2 40 വരെ നമ്പർ ഇട്ടിരിക്കുന്നു. അപ്പൊ ഇതില് ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് ഒന്നാമത്തെ മാങ്ങ എടുത്താൽ രണ്ടാമത്തേന്ന് ഒന്നാമത്തെ എടുക്കാം, രണ്ടാമത്തെ എടുക്കാം, മൂന്നാമത്തെ എടുക്കാം, നാലാമത്തെ എടുക്കാം, 40ാമത്തെ വരെ എടുക്കാം. അപ്പോൾ 1-ൽ തുടങ്ങുന്ന 40 പേർ, 2-ൽ തുടങ്ങുന്ന 40 പേർ, 3-ൽ തുടങ്ങുന്ന 40 പേർ, അങ്ങനെ 50 × 40 2000 പേഴ്സ് പോസിബിൾ പേഴ്സ് ഉണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? ആദ്യത്തെ എന്താണ്? ബോത്ത് ബീയിങ് റൈപ്പ്, രണ്ടും പഴുത്തതാകുന്ന പേഴ്സ് എത്ര ഉണ്ടാവും? ബോത്ത് പേഴ്സ് ഓഫ് ബോത്ത് റൈപ്പ്, രണ്ടും പഴുത്തതാകുന്ന പേഴ്സ് എത്ര ഉണ്ടാവും? അപ്പൊ ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ 30 പഴമുണ്ട്, രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ 25 പഴമുണ്ട്. അപ്പൊ ഈ 30 എണ്ണത്തിൽ നിന്ന് ഓർണോ 25 എണ്ണത്തിൽ നിന്ന് ഓർണോ വരാവുന്ന പേഴ്സ്. അപ്പൊ 30 × 25 750 പേഴ്സ് ആണ് രണ്ടും പഴുത്തതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോബിലിറ്റി എന്തായിരിക്കും? 750/2000. ആകെ 2000 പേഴ്സില് 750 പേഴ്സ് രണ്ടും പഴുത്തതാകാവുന്നതാണ്. അപ്പൊ 750/2000 അത് വെട്ടിക്കുറയ്ക്കുമ്പോൾ 3/8 കിട്ടും. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ. സെക്കൻഡ് പാർട്ട് എന്താണ്? ബോത്ത് അൺറൈപ്പ്, രണ്ടും പച്ചയാകാനുള്ള സാധ്യത. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് അൺറൈപ്പ്? ടോട്ടല് 2000 പേഴ്സ് നമ്മൾ പറഞ്ഞു. രണ്ടും പച്ചയാവുക പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തേൽ 20 പച്ചയുണ്ട്, രണ്ടാമത്തേൽ 15 പച്ചയുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒരെണ്ണോ ഇതിൽ നിന്ന് ഒരെണ്ണോ. അപ്പൊ 20 × 15, 20 × 15 എത്രയാ? 300. 300 പേഴ്സ് പോസിബിൾ പേഴ്സ് ഹാവിങ് ബോത്ത് അൺറൈപ്പ്, രണ്ടും പച്ചയാകുന്ന 300 പേഴ്സ് ഉണ്ട്. അപ്പൊ പ്രോബിലിറ്റി എന്ത് വരും? 300/2000, അതായത് 3/20. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? 1 റൈപ്പ് ആൻഡ് 1 അൺറൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പഴുത്തതും ഒരു പച്ചയാകാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തേന്ന് പഴുത്തെടുത്താൽ രണ്ടാമത്തേന്ന് പച്ച എടുക്കണം. അപ്പൊ 30 × 15 പേഴ്സ് വരും. ഒന്നാമത്തേന്ന് പച്ച എടുത്തെങ്കിൽ രണ്ടാമത്തേന്ന് പഴുത്ത് വരണം. അപ്പൊ 20 × 25. അപ്പോ ടോട്ടൽ 1 റൈപ്പ് ആൻഡ് 1 അൺറൈപ്പ് വരുന്ന ഹൗ മെനി പേഴ്സ് ഉണ്ടാവും? 30 × 15 പ്ലസ് 20 × 25. ക്ലിയർ ആയ പറഞ്ഞത്? ഒരു പച്ചയും ഒരു പഴം എന്ന് പറഞ്ഞാൽ ഒരു ബാസ്ക്കറ്റിൽ നിന്ന് പച്ച കിട്ടിയാൽ അടുത്ത ബാസ്ക്കറ്റിൽ പഴം കിട്ടണം. അപ്പോൾ ഇതിൽ പഴം 30 ഉണ്ട്, ഇതിൽ പച്ച 15 ഉണ്ട്. അപ്പൊ 30 × 15. ഇതിൽ പച്ച 20 ഉണ്ട്, ഇതിൽ പഴം 25 ഉണ്ട്. അപ്പോൾ 20 × 25. അപ്പൊ 30 × 15 പ്ലസ് 20 × 25, അത് ആഡ് ചെയ്ത് എത്ര കിട്ടും? 450 പ്ലസ് 500 = 950. അങ്ങനെ അല്ലാതെ കണ്ടുപിടിക്കുക. എങ്ങനെയാ? ആകെ 2000 പേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ രണ്ടും പഴുത്തതാകുന്ന പേഴ്സ് നമ്മൾ 750 കണ്ടുപിടിച്ചിട്ടുണ്ട്, രണ്ടും പച്ചയാകുന്ന പേർ 300 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 750 300 കൂടി വരുമ്പോൾ 1050 ആയി. ബാലൻസ് ഉള്ള ഒരു പച്ച ഒരു പഴമാണ്. അപ്പൊ 2000 1050 കുറച്ചാലും മതി. അപ്പൊ അങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോ ഒരു പച്ചയും ഒരു പഴവും വരുന്ന 950 പേഴ്സ് ഉണ്ട്. അപ്പൊ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 950/2000. അത് വെട്ടിക്കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 19/40. 19/40 ഈസ് ദി പ്രോബിലിറ്റി. ഇനി ഒരു പാർട്ട് കൂടിയുണ്ട്. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 റൈപ്പ്, ഒരു പഴമെങ്കിലും കിട്ടണം.
നേരെ ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് ഓരോ എടുക്കുന്നു, രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് ഓരോ എടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ ആകെ 2000 പോസിബിൾ പേയേഴ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണമെങ്കിലും എന്തായിരിക്കണം, അറ്റ്ലീസ്റ്റ് 1 റൈപ്പ്, ഒരെണ്ണമെങ്കിലും പഴുത്തത് കിട്ടണം. ഒരെണ്ണമെങ്കിലും പഴുത്തത് വരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് എന്ന് പറഞ്ഞാൽ നോട്ട് ബോത്ത് അൺറൈപ്പ്, രണ്ടും പച്ചയാകാതിരുന്നതാണ്. ശരിയല്ലേ? രണ്ടും പച്ചയാകാതിരിക്കുന്ന പേഴ്സ് നോക്കിയാൽ മതി. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് എന്ന് പറഞ്ഞാൽ നോട്ട് ബോത്ത് അൺറൈപ്പ്, രണ്ടും പച്ചയാകാതിരിക്കുക. രണ്ടും പച്ചയാകുന്ന എത്ര പേരുണ്ട്? 300 പേരുണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആകെ 2000 പേരിൽ നിന്ന് ഈ 300 പേരെ കുറച്ചാൽ മതി, 1700 എന്ന് കിട്ടും. ക്ലിയർ ആയ പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് എന്ന് പറഞ്ഞാൽ നോട്ട് ബോത്ത് അൺറൈപ്പ്, രണ്ടും പച്ചയാകാത്തത്. രണ്ടും പച്ചയാകുന്ന 300 പേരുണ്ട്. അപ്പോൾ രണ്ടും പച്ചയാകാത്തത് 1700 പേരുണ്ടാവും. അപ്പോൾ പ്രോബബിലിറ്റി എന്ത് വരും? 1700/2000, അതായത് 17/20. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ ഇവിടെ നമുക്ക് ആ പേര് മുഴുവൻ എഴുതാൻ എളുപ്പമല്ല, 2000 പേരൊക്കെ നമുക്ക് എഴുതാൻ എളുപ്പമല്ല. അപ്പോൾ ഇതിങ്ങനെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യത്തിട്ട് പോകാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. There are 30 boys and 20 girls in a class, 10A, 15 boys and 25 girls in 10B. One student is to be chosen from each class. What is the probability of both being girls, both being boys, one boy and one girl, at least one being boy? അപ്പോൾ നോക്കിയാൽ ഇപ്പം ചെയ്ത പോലെ അവിടെ മാങ്ങയ്ക്ക് പകരം ഇവിടെ ബോയ് ഗേൾ, അത്രേ ഉള്ളൂ വ്യത്യാസം. കുട്ടികളാണ്, സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോലെ ടേബിൾ എഴുതുക. 10A ബോയ് 30, ഗേൾ 20, ടോട്ടൽ 50. 10B ബോയ് 15, ഗേൾ 25, ടോട്ടൽ 40. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര പേരുണ്ടാവും? ഒന്നാമത്തെ ക്ലാസ്സിൽ നിന്ന് 10A ഒരാളെ സെലക്ട് ചെയ്യണം, 10B ഒരാളെ സെലക്ട് ചെയ്യണം. അപ്പോൾ 2 പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 50 പേരിൽ ഒരാളും ഈ 40 പേരിൽ ഒരാളും. അപ്പോൾ 50 × 40 2000 പോസിബിൾ പേയേഴ്സ് ഉണ്ടാവും. അപ്പോൾ പോസിബിൾ പേയേഴ്സ് എന്ന് പറയുന്നത് 50 × 40. കാരണം 10A 50 പേര്, 10B 40 പേര്. അപ്പോൾ 50 ഒരാളും 40 ഒരാളും. അപ്പോൾ 50 × 40 പേയേഴ്സ് വരും. ഇനി എന്താണ് ബോത്ത് ബീയിങ് ഗേൾസ്? രണ്ടും ഗേൾസ് വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും കേട് വരണം, ഇവിടെ നിന്നും കേട് വരണം. അപ്പോൾ 20 × 25 പെയർ ഓഫ് പേയേഴ്സ് വിത്ത് ബോത്ത് ഗേൾസ്. അപ്പോൾ ആ 10A 20 കേളിൽ നിന്ന് ഒരാൾ, 10B 25 കേളിൽ നിന്ന് ഒരാൾ. അപ്പോൾ 20 × 25 500 പേയേഴ്സ് ആണ് ബോത്ത് ഗേൾസ് വരാവുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി എന്തായിരിക്കും? പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 500/2000. അതായത് ആകെ 2000 പേയേഴ്സ്, അതിൽ രണ്ടും ഗേൾസ് ആയിട്ട് വരാവുന്ന 500 പേയേഴ്സ് ഉണ്ട്. അപ്പോൾ 500/2000, 500/2000. അടുത്ത പാർട്ട് എന്താണ്? ബോത്ത് ബീയിങ് ബോയ്സ്, രണ്ടും ബോയ്സ് ആയി വരാനുള്ള പ്രോബിലിറ്റി. രണ്ടും ബോയ്സ് ആവാന്ന് പറഞ്ഞാൽ ഇവിടെ 30 ബോയ്സ് ഉണ്ട്, ഇവിടെ 15 ബോയ്സ് ഉണ്ട്. അപ്പൊ ഈ 30 പേരിൽ നിന്ന് ഒരാളും ഈ 15 പേരിൽ നിന്ന് ഒരാളും. അപ്പൊ 30 × 15. അപ്പോ പേഴ്സ് വിത്ത് ബോത്ത് ബോയ്സ് 450 ആണ്, 30 × 15. അപ്പൊ പ്രോബിലിറ്റി എന്തായിരിക്കും? പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 450/2000, അതായത് 9/40 കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഈ 1 ബീയിങ് ബോയ് ആൻഡ് 1 ബീയിങ് ഗേൾ, ഒരു ബോയ് ഒരു ഗേളും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പച്ച വാങ്ങി ഒരു പഴുത്ത വാങ്ങാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഒരു ബോയും ഒരു ഗേളും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ബോയ് വന്നാൽ ഇവിടുന്ന് ഗേൾ വരണം. അപ്പോൾ 30 × 25. ഇവിടുന്ന് ഗേൾ വന്നാൽ ഇവിടുന്ന് ബോയ് വരണം, 20 × 15. അപ്പോൾ അത് നോക്കിയേ, 1 ബോയ് ആൻഡ് 1 ഗേൾ എന്ന് പറഞ്ഞാൽ 30 × 25 പ്ലസ് 20 × 15 സമം 1050. അതായത് ഒരു ബോയും ഒരു ഗേളും വരാനുള്ള 1050 പേയേഴ്സ് വരും. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1050/2000, ദാറ്റ് ഈസ് 21/40. ഇനി ചോദിച്ചിരിക്കുന്നതാണ് അറ്റ്ലീസ്റ്റ് 1 ബീയിങ് ബോയ്, ഒരാൺകുട്ടിയെങ്കിലും വരണം. 2 പേരെ സെലക്ട് ചെയ്താൽ ഒരാളെങ്കിലും ആൺകുട്ടിയായിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ അതിനുള്ള പ്രോബബിലിറ്റി എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞാൽ നോട്ട് ബോത്ത് ഗേൾസ്, രണ്ടും പെൺകുട്ടികളായാലും മതി. അപ്പോൾ രണ്ടും പെൺകുട്ടികളാവുന്ന 20 × 25 500 പേരുണ്ട്. അപ്പൊ നോട്ട് ബോത്ത് ഗേൾസ് പറഞ്ഞാൽ 2500 കുറച്ചാൽ മതി, ദാറ്റ് ഈസ് 1500. സോ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1500/2000, ദാറ്റ് ഈസ് 3/4. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ നമ്മൾ 2 പ്രോബ്ലം ഏകദേശം ഒരുപോലെയുള്ളതാണ്. അവിടെ നമ്മൾ മാമ്പഴത്തിന്റെ കണക്കാണ് പറഞ്ഞത്, ഇവിടെ ബോയ് ഗേൾ, അത്രയുള്ള വ്യത്യാസം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വീണ്ടും ഒന്നുകൂടി ചെയ്തു നോക്കുക. എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.